ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പത്മകുമാർ. ഇൻസൈറ്റിന്റെ മറ്റൊരു മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഈ തംബ്നെയിലിൽ കാണിച്ചിരുന്നത് പോലെ തന്നെ ഒരു സംഖ്യയുടെ സ്ക്വയർ എത്രയും എളുപ്പത്തിൽ 10 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ എങ്ങനെ സോൾവ് ചെയ്യാം, എങ്ങനെ കൃത്യമായിട്ട് കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. പൊതുവെ മാത്സ് എന്ന് പറയുന്ന സബ്ജക്ട് എല്ലാവർക്കും പ്രയാസമാണെന്നാണ് പറയാറ്. അത് പറയുന്നുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മുടെ കാൽക്കുലേഷൻസിലുള്ള പ്രശ്നങ്ങളാണ്. നമുക്ക് ട്രഡീഷണൽ ആയിട്ട് ഒരുപാട് രീതികളുണ്ട് സോൾവ് ചെയ്യാനായിട്ട്. സാധാരണ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഡിവൈഡ് ചെയ്യുന്നതും അങ്ങനെയൊക്കെ നമുക്ക് ഉത്തരങ്ങൾ കണ്ടുപിടിക്കാം. അത്യാവശ്യം ചെയ്ത് പ്രാക്ടീസ് ഉള്ള ഒരാളിന് നല്ല രീതിയിൽ തെറ്റാതെ ഉത്തരം എടുക്കാനായിട്ട് പറ്റും. എന്നിരുന്നാൽ തന്നെയും അവിടെ സമയം കുറച്ച് കൂടുതൽ പോകാറുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ തെറ്റുകൾ വരാറുണ്ട്. അപ്പോൾ നമുക്ക് തെറ്റുകൾ സംഭവിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ആ വിഷയത്തിൽ നമുക്ക് മാർക്ക് കുറയും. അപ്പോൾ മാർക്ക് കുറയുമ്പോൾ നമ്മൾ ആ സബ്ജക്റ്റിന് എന്ത് ചെയ്യാൻ തുടങ്ങും? വെറുക്കാനായിട്ട് തുടങ്ങും. അതാണ് എല്ലാവരും മാത്സ് പ്രയാസം എന്ന് പറയുന്ന റീസൺ. അപ്പോൾ ഈ പോരായ്മകൾ നമുക്ക് എങ്ങനെ പരിഹരിക്കാം? നമുക്ക് എളുപ്പ വഴി എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ ടിപ്സും ട്രിക്സും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഈ കണക്കുകൾ സോൾവ് ചെയ്യാം, എളുപ്പത്തിൽ ശരി ഉത്തരത്തിലേക്ക് എത്താം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്തു. അപ്പൊ നമുക്ക് സമയം കളയേണ്ട, നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. ഞാൻ ഇന്നത്തെ ക്ലാസ്സിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് 2 ടിപ്സ് ആണ്, 2 ട്രിക്കുകളാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ സ്ക്വയർ എന്താണ് എന്ന് നോക്കാം. ഒരു സംഖ്യയുടെ സ്ക്വയർ നമുക്ക് ബേസിക് ആയിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഞാൻ 4ന്റെ സ്ക്വയർ എടുത്തു. 4ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ മീനിങ് എന്താണ്? ബേസ് അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ തുടക്കം പറയുന്നത്. 4ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4ന് എത്ര തവണ എഴുതുക? 2 തവണ എഴുതി ഗുണിക്കുക. ഓക്കെ, 4ന് 2 തവണ എഴുതി ഗുണിക്കുക. 4 × 4 16. 25ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 25ന് എത്ര തവണ എഴുതുക? 2 തവണ എഴുതുക, ഗുണിക്കുക. 25ന് 2 തവണ, ഈ മേളിൽ ഏതാണോ സംഖ്യ വരുന്നത് അത്രയും തവണ എഴുതിയിട്ട് എന്ത് ചെയ്യുക? ഗുണിക്കുക. ഓക്കെ, ഇതിന്റെ കൂടെ ഞാൻ അഡീഷണൽ കാര്യം കൂടി പറയാം. ഇനി അഥവാ ക്യൂബ് എന്ന് വന്നു കഴിഞ്ഞാലും, ക്യൂബ് എന്ന് പറയുമ്പോൾ പവറിൽ ആരാണ് വരുന്നത്? 3 ആണ് വരുന്നത്. അതായത് 8ന്റെ ക്യൂബ്, 8 ക്യൂബ് എന്ന് പറയുമ്പോൾ 8 8 8 3 തവണ എഴുതുക, ഗുണിക്കുക. ഓക്കെ, അപ്പൊ അതിന്റെ ഐഡിയ ഇത്രയേ ഉള്ളൂ. ഒരു സംഖ്യയുടെ പവറിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ, ഇത് നമ്മൾ എക്സ്പോണന്റ് എന്നൊക്കെ വിളിക്കും, നമുക്ക് ആ ടേം നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഒരു സംഖ്യയുടെ പവറിൽ ഒരാൾ വരുമ്പോൾ അത് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. പവറിൽ 2 ആണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? സ്ക്വയർ എന്ന് പറയും. ഒരു സംഖ്യയുടെ സ്ക്വയർ കണ്ടുപിടിക്കാനാണ് നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ സംഖ്യയെ 2 തവണ എഴുതി ഗുണിച്ചാൽ മതി. അപ്പൊ നിങ്ങളിപ്പോ ചോദിക്കും, ഇതിൽ എന്താണ് വ്യത്യാസം എന്ന് പറയുന്നത്? കാരണം ഇപ്പോൾ 35ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 35 × 35 സാധാരണ പോലെ 2 സംഖ്യകൾ എഴുതി എന്ത് ചെയ്താൽ പോലെ? ഗുണിച്ചാൽ മതി, നമുക്ക് ഉത്തരം കിട്ടും. 35ന് 35 ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. പക്ഷെ അത് സമയം കുറച്ച് അധികം എടുക്കുന്നതാണ്. അപ്പൊ അതിന്റെ ടൈം കുറയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഷോർട്ട് ആയിട്ട് ഇത് എങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ ആദ്യമായിട്ട് ഞാൻ 5ൽ അവസാനിക്കുന്ന സംഖ്യകളെ ഒരു കാറ്റഗറി ആയിട്ടും അല്ലാത്ത സാധാരണ വരുന്ന സംഖ്യകളെ രണ്ടാമത്തെ കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആദ്യം 5ന്റെ ട്രിക്ക് എന്താണെന്ന് നോക്കാം. നമുക്കിവിടെ നോക്കാം. ഞാനിപ്പോ 5ൽ അവസാനിക്കുന്ന സംഖ്യകളാണ് ചെയ്തിട്ടുള്ളത്. 5ന്റെ സ്ക്വയർ എല്ലാവർക്കും അറിയാം, എത്രയാണ്? 25. അറിഞ്ഞുകൊടുത്തവരുണ്ടെങ്കിൽ അത് ഓർത്തിരിക്കുക. 5ന്റെ സ്ക്വയർ എത്രയാണ്? 25. 5 × 5. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ പറയുന്ന ആൾക്കാരുടെ സ്ക്വയറുകളാണ്. ഓക്കെ, അപ്പൊ ഇവിടെ 15ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞു. ഞാനിവിടെ ഈ എല്ലാ സംഖ്യകളുടെയും 5നെ പ്രത്യേക ഒരു സംഖ്യയായിട്ടും അതിന് മുന്നിൽ 2 പേരുണ്ടെങ്കിൽ 2 പേരെ ഒരുമിച്ച്, ഇല്ല ഒരാളാണെങ്കിൽ ഒരാൾ, അങ്ങനെ പ്രത്യേകം ചിന്തിക്കും. ഓക്കെ, ഈ ഒന്നാമത്തെ സംഖ്യ എന്താണ്? 1. 1ന്റെ തൊട്ടടുത്ത നമ്പർ എത്രയാണ്? 2 അല്ലേ? 1ന്റെ തൊട്ടടുത്ത സംഖ്യ 2. സോ ഈ 1നെ 2 കൊണ്ട് ഗുണിക്കുന്നു. അതായത് ആദ്യം എഴുതിയിരിക്കുന്ന സംഖ്യ ഏതാണോ അതിനെ തൊട്ടടുത്ത സംഖ്യ കൊണ്ട് ഗുണിക്കുക. 1 × 2 എത്ര കിട്ടും? 2 എന്ന് കിട്ടും. അതിനുശേഷം 5ന്റെ സ്ക്വയർ എത്രയാണ്? 25. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. നമുക്ക് 15 × 15 ചെയ്താലും 5 × 25 5 ഇഷ്ടം 2 1 5 7 1 5 1 1. ഓക്കെ, 5 12 2 225 തന്നെ കിട്ടും. നമ്മൾ ഇത്രയും ചെയ്തുകൊണ്ടിരുന്ന സമയം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇത്രയും മാത്രം നോക്കുക. നമുക്ക് അടുത്ത നമ്പർ ചെയ്ത് നോക്കാം. ആദ്യത്തെ സംഖ്യ ഏതാണ്? 2. 2ന്റെ തൊട്ടടുത്ത നമ്പർ എത്രയാണ്? 3. ഓക്കെ, തൊട്ടടുത്ത സംഖ്യ 3. ഇതിങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല, മനസ്സിൽ ചിന്തിച്ചാൽ മതി. 2 തൊട്ടടുത്ത സംഖ്യ 3. 2ഉം 3ഉം കൂടി ഗുണിച്ചാൽ മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? 6 എന്ന് കിട്ടും. 5ന്റെ സ്ക്വയർ എത്രയാണ്? 25. അല്ലെങ്കിൽ 5ന് പകരം 25 എന്ന് എഴുതുന്നു. അങ്ങനെ ചിന്തിച്ചാലും മതി. അടുത്ത ചോദ്യം 3. 3ന്റെ തൊട്ടടുത്ത സംഖ്യ 4. 3 കഴിഞ്ഞാൽ തൊട്ടടുത്ത നമ്പർ എത്രയാണ്? 4. സോ 3 × 4, 3നെ 4 കൊണ്ട് ഗുണിക്കുന്നു. 3നെ 4 കൊണ്ട് ഗുണിച്ചാൽ 12. 5ന് പകരം 25. സിമ്പിൾ അല്ലേ? ഇത് ചെയ്യാനായിട്ട് നമുക്കൊരു 3 സെക്കൻഡ് തികച്ചു വേണ്ട.
ഓക്കെ, ഇനി അത്യാവശ്യം മാത്സിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കുറച്ച് കടുപ്പമുള്ളവരാണെങ്കിലും ഒന്ന് ആ ടേബിൾ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്തായാലും പഠിച്ചേ പറ്റത്തുള്ളൂ, അതിൽ വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല. ടേബിൾ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ മാക്സിമം പോയാൽ ഒരു 5 സെക്കൻഡ് ഒന്നും ഒരിക്കലും പോകത്തില്ല, ഒരു 2-3 സെക്കൻഡ് അത്രയും നമുക്ക് ഇതിന് ആവശ്യം വരും ഈ 5-ൽ അവസാനിക്കുന്ന സംഖ്യയുടെ സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് ആവശ്യം വരത്തുള്ളൂ. അപ്പൊ നമുക്ക് അടുത്തത് ചെയ്ത് നോക്കാം. ആദ്യത്തെ സംഖ്യ 4, തൊട്ടടുത്ത നമ്പർ എത്രയാണ്? 5. 4നെ 5 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 20 കിട്ടും. അടുത്ത 5ന് പകരം 25 എഴുതി. ഒരു ചോദ്യം കൂടെ നോക്കി നോക്കാം. ഇവിടെ എത്രയാണ് ആദ്യത്തെ സംഖ്യ? 5. 5ന്റെ തൊട്ടടുത്ത സംഖ്യ എത്രയാണ്? 5 കഴിഞ്ഞാൽ 6. ഓക്കെ, ഈ 5നെ 6 കൊണ്ട് ഗുണിക്കുന്നു, എത്ര കിട്ടും? 5 × 6 30, 5ന് പകരം 25. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് കംപ്ലീറ്റ് ചെയ്യാം. 6 കഴിഞ്ഞാൽ തൊട്ടടുത്ത സംഖ്യ എത്രയാണ്? 7 അല്ലെ? 7. 6 × 7, 6നെയും 7നെയും ഗുണിച്ചാൽ 42, 5ന് പകരം 25. 7 കഴിഞ്ഞാൽ തൊട്ടടുത്ത സംഖ്യ 8, 7 × 8 56, 5ന് പകരം 25. കഴിഞ്ഞു, എളുപ്പമല്ലേ? അടുത്ത 8 കഴിഞ്ഞാൽ തൊട്ടടുത്ത നമ്പർ എത്രയാണ്? 9. 8 × 9 72, 5ന് പകരം 25. ഞാനിപ്പോ ഇത് പറഞ്ഞു ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. പറയാതെ ഞാനിപ്പോ സ്വന്തമായിട്ടല്ലാതെ ചെയ്യുന്നതാണെങ്കിൽ, അതായത് നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ ഒരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമ്പോൾ നമുക്ക് ഒരല്പം സമയം എടുക്കും. ഇത് സ്വന്തമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് വേറെ ആർക്കും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ തന്നെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. അടുത്തായിട്ട് 9 കഴിഞ്ഞാൽ തൊട്ടടുത്ത സംഖ്യ എത്രയാണ്? 10. 9 × 10 90, 5ന് പകരം 25. ഓക്കെ, ലാസ്റ്റ് ഒരു ചോദ്യം കൂടെ നോക്കാം. 105. ആദ്യത്തെ സംഖ്യ എത്രയാണ്? 10. 10 കഴിഞ്ഞാൽ തൊട്ടടുത്ത നമ്പർ 11. ഓക്കെ, 10 കഴിഞ്ഞാൽ തൊട്ടടുത്ത് 11. 10 × 11, 10ഉം 11ഉം ഗുണിച്ചാൽ 110, 5ന് പകരം 25. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ 5ൽ അവസാനിക്കുന്ന സംഖ്യയുടെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. ഇത് നമുക്ക് ചെയ്യാനായിട്ട് പറഞ്ഞതുപോലെ മാക്സിമം പോയാൽ ഒരു 5 സെക്കൻഡ്, അതിനകത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യും? ഉത്തരം കിട്ടും. നമുക്കിനി അടുത്ത് 5ൽ അവസാനിക്കുന്ന സംഖ്യ അല്ല വേറെ ഏതെങ്കിലും ഒരു നമ്പർ വരും എങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. നമുക്ക് അടുത്തൊരു നമ്പർ നോക്കാം. 58. ഇവിടെ എന്നല്ല 5ൽ അവസാനിക്കുന്ന സംഖ്യ അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും 58 × 58 ചെയ്താൽ മതി, നമുക്ക് ഉത്തരം കിട്ടും ഇല്ലേ? നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല, നമ്മൾ വേറൊരു വഴി കൂടി എന്ത് ചെയ്യുന്നു? ഉത്തരം കണ്ടുപിടിക്കാൻ നോക്കുകയാണ്. 58 എന്ന് പറയുന്ന നമ്പറിൽ ആദ്യത്തെ സംഖ്യ എടുത്തു 5. 5ന്റെ സ്ക്വയർ എത്രയാണ്? 25. ഓക്കെ അല്ലേ? അടുത്ത 8. 8ന്റെ സ്ക്വയർ എത്രയാണ്? 64. അപ്പൊ 5ന്റെ സ്ക്വയർ ആയി 25, 8ന്റെ സ്ക്വയർ ആയി 64. അടുത്ത് ചെയ്യേണ്ടത് ഇവിടെ ഉള്ള എല്ലാ സംഖ്യകളും കൂടെ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. അതായത് 5 × 8 40, 40 × 2 80 ഇല്ലേ? ഈ 3 പേരോട് ഗുണിച്ചു. 5 × 8 40, 40 × 2 80. ആ 80നെ ഒരു സ്റ്റെപ്പ് നീക്കി എഴുതാം. 0 8. 80 എന്ന് പറയുന്നത് ഇവിടെ എഴുതാതെ ഒരു സ്റ്റെപ്പ് നീക്കി എഴുതാം. ഇനി ആഡ് ചെയ്യാം. 4 6 8 5 13, 3 ശിഷ്ടം 1 3, 3364. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. മൾട്ടിപ്ലൈ, വലിയ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് അടുത്തൊരെണ്ണം ചെയ്ത് നോക്കാം. 74ന്റെ സ്ക്വയർ എടുക്കണം. 7ന്റെ സ്ക്വയർ എത്രയാണ്? 49. 4ന്റെ സ്ക്വയർ എത്രയാണ്? 16. ഇത്രേ ഉള്ളൂ. 7ന്റെ സ്ക്വയർ 49, 4ന്റെ സ്ക്വയർ 16. അടുത്ത ശേഷം ഇവരെ 3 പേരോട് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. 7 × 4 28, 4 28, 28 × 2 എത്ര കിട്ടും? 56. ഒരു സ്റ്റെപ്പ് നീക്കി എഴുതാം. 56. താഴോട്ടേക്ക് ആഡ് ചെയ്ത് എഴുതാം. 6 6 1 7, 9 5 14, 4 ശിഷ്ടം 1 5, 5476. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഒരു സംഖ്യയുടെ സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട്. 2 ഡിജിറ്റ് നമ്പർ വരുമ്പോഴാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടെ ചെറിയൊരു എക്സെപ്ഷൻ കേസ് കൂടി ഉണ്ട്. എക്സെപ്ഷൻ എന്നല്ല പറയാനായിട്ടുള്ളത്, ചില സംഖ്യകൾ വരുമ്പോൾ, ഉദാഹരണത്തിന് ഈ 74 58 ഈ സംഖ്യകളുടെ സ്ക്വയർ എടുത്തപ്പോൾ എനിക്ക് 2 ഡിജിറ്റ് വെച്ച് കിട്ടി. ഇനി സപ്പോസ് എന്റെ ചോദ്യം 31 എന്നാണെങ്കിലോ 3ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 9 എന്നേ കിട്ടത്തുള്ളൂ, 1ന്റെ സ്ക്വയർ എടുത്താൽ 1 എന്നേ കിട്ടത്തുള്ളൂ ഇല്ലേ? നേരത്തെ ചെയ്തപ്പോൾ 7ന്റെ സ്ക്വയർ എടുത്തപ്പോൾ 49, 2 അക്കം ഉണ്ടായിരുന്നു, 2 ഡിജിറ്റ് നമ്പർ ആയിരുന്നു. 4ന്റെ സ്ക്വയർ എടുത്താൽ 16, അവിടെയും 2 ഡിജിറ്റ് ഉണ്ട്. 8ന്റെ സ്ക്വയർ എടുത്തപ്പോൾ 64, അവിടെയും 2 ഡിജിറ്റ് ഉണ്ട്. ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ ഇതേ മെത്തേഡിൽ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ സ്ക്വയർ എടുക്കുമ്പോൾ 1 ഡിജിറ്റേ ഉള്ളൂ എങ്കിൽ ഫ്രണ്ടിൽ 0 ചേർത്ത് എഴുതാം. ഓക്കെ, 3ന്റെ സ്ക്വയർ 9, പക്ഷെ ഞാൻ എന്തെന്ന് എഴുതും? 0 ആണെന്ന് എഴുതും. 1ന്റെ സ്ക്വയർ 1 ആണ്, പക്ഷെ ഞാൻ അതിനെ 0 എന്ന് എഴുതും. ഓക്കെ, ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ബാക്കി നേരത്തെ പറഞ്ഞതുപോലെ മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 1 3, 3 × 2 6. ഒരു സ്റ്റെപ്പ് 6 എഴുതുക. 1 6 9. ഓക്കെ, അപ്പൊ ആൻസർ എത്രയാണ്? 961. നമുക്ക് വേറെ ചോദ്യം കൂടി ചെയ്തു നോക്കാം. എത്ര എടുക്കാം? 43ന്റെ സ്ക്വയർ എടുക്കാം. 4ന്റെ സ്ക്വയർ എത്രയാണ്? 16. 3ന്റെ സ്ക്വയർ എത്രയാണ്? 9.
9 എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യുന്നു? 2 ഡിജിറ്റ് ആക്കി എഴുതുന്നു. 0 9. അടുത്ത 4 × 3 12 × 2 24. ഒരു സ്റ്റെപ്പ് നീക്കി എഴുതുക. 24. 9 എഴുതി, 4 എഴുതി, 6 × 2 8, 1 താഴെ അതുപോലെ. സോ 1849. ഇത്രയേ ഉള്ളൂ സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഇന്ന് പറഞ്ഞ ട്രിക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ, ഇതുപോലുള്ള ടിപ്പുകളും ട്രിക്കുകളൊക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? വീഡിയോസ് കാണുക, ക്ലാസ്സുകൾ കാണുക. കണ്ടാൽ മാത്രം പോരാ, നന്നായിട്ടൊന്ന് പഠിക്കുക. അതിനോടൊപ്പം ചാനലിലൂടെ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.